നിങ്ങളുടെ ഭർത്താവ് അവരുടെ പെങ്ങളെക്കുറിച്ച് മോശമായ രീതിയിൽ വാക്കുകൾ പരാമർശിക്കുന്ന നിങ്ങളുടെ പരാതിയിൽ ഉണ്ട്. അതെന്നാണെന്നറിയാമോ, ഈ പ്രശ്നം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ വേറെ ഒരു ഔട്ട് ഹൗസിലോട്ട് മാറി. ഒരുപാട് വീടുകൾ മാറിയിട്ടുണ്ട്. അങ്ങനെ വേറൊരു ഔട്ട് ഹൗസിലോട്ട് മാറിയതിന് ശേഷം ഒരു അകത്ത റൂമിൽ അവളാണ് കിടക്കുന്നത്, നടുക്ക് ഞങ്ങൾ. അതും ഇതേപോലെ ഓണിയുള്ള വീടുകളാണ്. ഇവിടെ അപ്പുറത്ത് പുള്ളിക്കാരനാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പിള്ളേരെല്ലാം ഉറങ്ങിയതിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്തിന് എൻ്റെ അടുത്ത് അവളെയും കൂടെ ചേർത്തിട്ട് ഇത് പറഞ്ഞു. എന്ന് വെച്ചാൽ അത് പറയാൻ പറ്റത്തില്ല, അതേ രീതിയിലുള്ളത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുമാതിരി വല്ലാത്തതായി. അയ്യോ, അപ്പുറത്ത് കിടക്കുന്നവളെയും കൂടെ ചേർത്ത് ഇതാക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയോ നിങ്ങൾ എന്തോ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അന്ന് തുടങ്ങിയ സംസാരം പിന്നെ അത് ഒരുപാട് ദിവസം കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഓരോ പ്രാവശ്യം അടുക്കുമ്പോഴും അത് തന്നെ എന്നെ പിടിച്ചങ്ങ് അമുക്കി കിടത്തിയിട്ടാണ് ഈ സംസാരങ്ങൾ. എനിക്ക് ശ്വാസം പോലും വിടാത്ത കണക്ക്. പിന്നെ അവരുടെ വീട്ടിൽ വരുമ്പോഴായാലും അവരെല്ലാവരുടെ അടുക്കള ഭാഗത്ത് നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ പിടിച്ചിങ്ങനെ അമുക്കി പൂട്ടിക്കെട്ടി അങ്ങ് വെച്ചിട്ടാണ് ഓരോ ചേഷ്ടകൾ കാണിക്കുന്നത്, പെങ്ങന്മാരെ നോക്കിക്കൊണ്ട്. ഇത് ഒരു വട്ടമല്ല, ഒരുപാട് പ്രാവശ്യമായിട്ടുണ്ട്. ഞാനിത് ആരോട് പറയാൻ പറ്റും? ആരോടെങ്കിലും പറയാം. എന്നിട്ട് ഈ പ്രശ്നം, ആദ്യത്തെ പ്രശ്നം തന്നെ ഇവർ രണ്ടുപേരും, ഈ പെങ്ങളെന്ന് പറയുന്ന ലീലയും ഈ ഭർത്താവും കൂടെ എൻ്റെ വീട്ടിൽ വന്നിട്ട്, ഈ നാട്ടിൽ വന്നിട്ട് എല്ലാവരുടെ പറഞ്ഞാൽ ഞാൻ പെങ്ങളെ സംശയിച്ചോളാം. ഇന്നും എനിക്ക് ആ കെട്ട് പേര് കിടക്കുക. എൻ്റെ വീട്ടിൽ ഒന്നും കയറ്റാത്തതിൻ്റെ കാര്യം ഇതാ, ഞാൻ പെങ്ങളെ സംശയിച്ചോളാണ്. എന്നിട്ട് അവരുടെ ഭർത്താവ് എഴുതിയ ഒരു ലെറ്റർ, ഈ കണക്ക് വെച്ചുകൊണ്ട് ഒരു ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്. ഭർത്താവ് വെച്ചുകൊണ്ട് എന്നെ പരാമർശിച്ചുകൊണ്ട് ഒരു എഴുതിയ എഴുത്ത്. ആ ഭർത്താവ് ആദ്യം എന്നെ പുകഴ്ത്തിക്കൊണ്ട് എഴുതി. കാര്യം ഭർത്താവിന് പേശപ്പാൻ കൊടുത്ത സ്വർണവും പൈസയും ഞാനാണ് കൊടുത്തത്. അവർക്ക് ഒരു വകയും ഒരു ഗതിയില്ലാതിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഞങ്ങൾ വരുന്നത്, എൻ്റെ മോടെ പ്രസവ സമയത്തിന്. അപ്പോഴേ പേശപ്പം പൈസ ഇല്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്ന് കരഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തരാം പൈസ. എൻ്റെ അക്കൗണ്ടിൽ കിടന്ന ഒരു 20,000-നകത്തുനിന്ന് 19 ലോൺ എടുത്ത്, പിന്നെ എൻ്റെ കൈ കിടന്ന സ്വർണവും വളയും എല്ലാം കൂടെ എൻ്റെ ആങ്ങളുടെ കല്യാണ ദിവസം പെണ്ണിനെയും ചെറുക്കനെയും വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് അന്നേരം ഊരി കൊടുത്ത് ഞാൻ സ്വർണവും പൈസയും കൂടെ അവർക്ക് പേശപ്പാനായിട്ട്. അതിന് ചോദിക്കട്ടെ അമ്പിയെ, ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ളൊരു സുരക്ഷ ഇല്ലാത്ത സ്ത്രീകൾക്ക് പലതും സഹിക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തമായിട്ട് ജോലിയില്ല, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവില്ല, മക്കളെ പോറ്റാൻ നിവൃത്തിയില്ല, ഇതുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് നല്ല സഹകരണമില്ല, അതുകൊണ്ട് അങ്ങോട്ട് മടങ്ങി പോകാനും നിവൃത്തിയില്ല. അങ്ങനെ വരുമ്പോൾ ഇതുപോലെയുള്ള ഭർത്താക്കന്മാരുള്ള പീഡനങ്ങൾ പലപ്പോഴും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. നിങ്ങൾ രാപകലില്ലാതെ അധ്വാനിച്ച് നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പുണ്ട്. സ്വന്തം പെങ്ങളെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് പറയുന്ന ഒരു വൃത്തികെട്ടവനാണെന്ന് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ എന്തിനാ അയാളുടെ കൂടെ താമസിച്ചു? ഞാനിത് പല പ്രാവശ്യവും ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത്, ഞാൻ നിങ്ങളോട് എന്തിനു താമസിക്കുന്നു? ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കത്തില്ല, എനിക്ക് നിങ്ങളുടെ രീതിയിൽ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റത്തില്ല. ഈ പെങ്ങളുടെ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ എന്നെ ഇതിലോട്ട് പ്രേരിപ്പിച്ചു. ഇതാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് ഇതാണെന്ന്, ഇതിൽ മീതിയ സുഖമില്ലെന്ന്. എന്നിട്ട് ഒരുപാട് രീതി എന്നെ പ്രേരിപ്പിച്ചു. ഞാൻ അപ്പോഴെല്ലാം വഴക്കിട്ട്. എൻ്റെ 2 മക്കളുണ്ട്. ആ മക്കൾ 23 വർഷം ഞാൻ ശരിക്കും വഴക്കിട്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, പുറമേ ആരും അറിയത്തില്ല. എൻ്റെ മക്കളെ അറിയിച്ചുകൊണ്ട് ഞാൻ വഴക്കിടാൻ പറ്റുമോ? ഞാൻ അടുക്കളയിൽ വന്നിരിക്കുമ്പോഴും ഏതെങ്കിലും രീതിയിൽ എന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ എന്താ പ്രേരിപ്പിച്ച് എനിക്ക് മനസ്സിലായി. പ്രേരിപ്പിച്ചാൽ ഞാൻ മറ്റുള്ള പുരുഷന്മാരുമായിട്ട് അടുക്കണമെന്ന്, അപ്പോൾ പൈസ കൂടുതൽ കിട്ടുമെന്ന് അത് അദ്ദേഹം നിർബന്ധിച്ചു. ഒരു പ്രാവശ്യമല്ല, വീട്ടിൽ അവരുടെ ഫ്രണ്ട്സുകൾ വരുമ്പോൾ എന്നെ കൊണ്ട് ചായ കുടിപ്പിക്കും. എൻ്റെ കൊടുത്ത് ചായ കുടിച്ചിട്ട് പറയും ഇങ്ങനെ കയ്യിലൊക്കെ തട്ടണം. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളിൻ്റെ ഭാര്യയുണ്ട്, അവർക്ക് ഇതുപോലെ ഇന്ന ഒരാൾ സ്കൂട്ടർ മേടിച്ചു കൊടുത്ത്, ഇതേപോലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്നൊക്കെ കിട്ടും. അതേപോലെ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, നല്ല പൈസയാണ്. ഇത് മാർവാടികളൊക്കെ കൊണ്ടുപോയാൽ ഒരു ദിവസത്തേക്കൊക്കെ 5,000-10,000 കിട്ടും. ഇതിനൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും പുള്ളിയും മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളപ്പോൾ. വേറെ പിള്ളേരുള്ളപ്പോൾ പ്രതികരിക്കാൻ പറ്റും? ഇത് പറയാൻ പറ്റുമോ? ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചാരായ ബോട്ടിൽ എനിക്ക് സഹിക്കെട്ടിട്ട് എനിക്ക് എന്ത് വേണമെന്നറിയാൻ വയ്യ, മരിക്കാൻ പേടിയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ട് മരിക്കാൻ പേടിയാണ്. ഒരു ചാരായ ബോട്ടിൽ അപ്പുറത്ത് ഇവരുടെ ഒരു ചിറ്റപ്പൻ ഷിമുകയിലുണ്ട്. ആ ചിറ്റപ്പൻ മാസത്തിലൊരിക്കൽ വരും, മരിച്ചു പോയി പുള്ളി. അപ്പോൾ അത് നല്ല കുടിയാണ്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഒരു താത്തനുണ്ടായിരുന്നു, ഒരു മുതുക്കനുണ്ട്. അപ്പോൾ ആ മുതുക്കൻ ഈ വലിയ ചിറ്റപ്പൻ വരുമ്പം ഇങ്ങനെ കുപ്പി മേടിച്ചുകൊണ്ട് വന്ന് രണ്ടുപേരുടെ കുടിക്കും. അങ്ങനെ ആ ഒരു ഇതിൽ ഈ താത്തനെ കൊണ്ടിട്ട് ഞാനൊരു കുപ്പി മേടിപ്പിച്ചിട്ട് എന്ന് വെച്ചാൽ പുള്ളിയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഷിഫ്റ്റ് പോയിട്ട് 3:30 ആകുമ്പം വീട്ടിൽ വരുന്ന സമയത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇല്ല കുപ്പി മേടിച്ചിട്ട് അകത്ത് കൊണ്ടുവന്നിട്ട് പുള്ളിയെ നോക്കി വരുന്നോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ട് അവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ അത് കുടിച്ചു. എനിക്ക് ഒരു കുപ്പി മൊത്തം, വെള്ളം ഒന്നും ചേർക്കാത്ത ഇത്രയുള്ള ഒരെണ്ണം മൊത്തം കുടിച്ചു.
അവസാനം എനിക്കത് എന്തുവാണെന്നറിയാൻ വയ്യ. പുള്ളി വന്നിട്ട് കണ്ടിട്ട് എന്തോന്ന് ചോദിച്ചു. ഞാൻ കിടന്നങ്ങ് വെപ്രാളം, രാവിലെ തൊട്ട് ഒന്നും കഴിച്ചതുമില്ല. വെപ്രാളപ്പെട്ട് ഛർദ്ദിക്കുന്നു എടുക്കുന്നു. അപ്പോൾ കാണാൻ പുള്ളി വന്ന് കഥകെല്ലാം അടച്ചിട്ട് കാണാൻ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ തരുന്നു എനിക്ക്. തന്നിട്ട് ഛർദ്ദിക്കുന്നു, ചരുവത്തിനകത്ത് വാരുന്നു, കൊണ്ടു കളയുന്നു. ആരും അറിയുന്നില്ല. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലുള്ള മോൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരുടെ തള്ളന്മാർ വന്നിട്ട് കതവിന് തട്ടുന്നു. ഇതിനകത്ത് എന്തോ സംഭവം നടക്കുന്നുണ്ട്. നമ്മുടെ കതവിന് തട്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകുമെന്ന് പറയുന്നു. പുള്ളി കൊണ്ടുപോയില്ല. അവർ വന്ന് കതവിന് തട്ടിയിട്ടും തുറന്നിട്ടില്ല. അവർ എന്തുവാന്ന് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആർക്കും അറിയത്തില്ല. ആരും അറിയാതെ കുറേ ഉള്ളിയോ തൈരോ ഏതാണ്ടൊക്കെ എനിക്ക് തന്നിട്ട് കുറേ നേരം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. എങ്ങനെയും ഒന്ന് പേടിപ്പിക്കാനായിട്ട് ഇതൊക്കെ ചെയ്തു നോക്കി. ഇതൊന്നും ആർക്കും അറിയത്തില്ല. നിങ്ങൾക്ക് അവിടെ വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന കൂട്ടുകാരികളോ അങ്ങനത്തെ ഒരു കൂട്ടുകാരികളും ഉണ്ട്, നല്ല കൂട്ടുകാരികളുണ്ട്. ഒരു കന്നഡക്കാരുണ്ട്, പക്ഷേ എൻ്റെ എതിരിനുണ്ട് ഒരു മറാഠിയുണ്ട്. അവരുടെ അടുത്ത് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരെല്ലാം സഹോദരിമാരെ കുറിച്ചൊക്കെ മോശമായിട്ട് ഇയാൾ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും നിങ്ങൾ പറഞ്ഞു. അതും ഞാൻ ഇപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല. ഈ സമയത്തിനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യം എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു മാനം പുറമേ അറിയരുതല്ലോ. അവിടെ നമ്മൾ താമസിക്കുന്നില്ലയോ, പിന്നെ ആൾക്കാർ നോക്കുന്നത് നമ്മളെ ഏത് രീതിയിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് പോലും പറഞ്ഞില്ല. ഞാൻ കരഞ്ഞു തീർത്തേത്, മൊത്തം കരഞ്ഞ് തീർത്തേത്. എല്ലാവരും പോയതിന് ശേഷം അത് ഇവരുടെ മക്കളുടെ മുന്നിൽ ഞാൻ എന്തെങ്കിലും പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ വഴക്കിടുമ്പോണ്ടല്ലേ, മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് അടുക്കളയിൽ ഇരുന്നിട്ടാണ് എന്തെങ്കിലും പറയുന്നത്, പതുക്കെ സൗണ്ട് കുറച്ചിട്ട്. അപ്പോൾ കാണാൻ പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി വന്നിട്ട് മക്കളുടെ മുന്നിൽ വന്നിട്ട് ഒരുമാതിരി അങ്ങ് സങ്കടപ്പെട്ടിരിക്കും. എന്താ വെച്ചാന്ന് ചോദിക്കും. അയ്യോ അങ്ങോട്ട് എന്നാൽ എപ്പോഴും വഴക്കാം മോനെ, എപ്പം ചെന്നാലും നിങ്ങളുടെ അമ്മയെടുത്ത് എന്നാൽ വഴക്കാം. ഇങ്ങനെ ആ പിള്ളേരുടെ മുന്നിൽ ഞാൻ അങ്ങ് വഴക്കാളിയാക്കി. പിള്ളേരുടെ മനസ്സിലും എപ്പോഴും പിള്ളേർ പറയോ ഇത് എന്തൊരമ്മയാണ് ഞങ്ങളുടെ അമ്മ, ഇത് കൊള്ളത്തില്ലപ്പ, എപ്പോഴും വഴക്കിടാം. പക്ഷേ ഈ കാര്യം ഞാൻ മക്കളെ അറിയിക്കാൻ പറ്റുമോ? കുഞ്ഞുനാളിലെ ഞാൻ വീട്ടിലും മറ്റ് പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ കൂവി വിളിച്ച് വഴക്കിട്ട് ഇതിനെ താൻ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്നേ ഞാൻ പറയുന്ന രീതിയിൽ നല്ല കുട്ടികളായിട്ട് വരത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്ത് നല്ല അഭിപ്രായം എന്നറിയാമോ എല്ലായിടത്തും ചെല്ലുന്നിടത്തല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ നിങ്ങളുടെ ഭർത്താവിന് ഒരു പങ്കുമില്ല. കുഞ്ഞുങ്ങളെ കൂടി ഇരുത്തി പഠിപ്പിക്കത്തില്ല, കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കത്തില്ല. പിള്ളേരടുത്ത് പറയില്ല ആൺപിള്ളേർക്ക് പെൺപിള്ളേർ ഇത് ഫ്രണ്ട്സ് വേണം, പെൺപിള്ളേർക്ക് ആൺപിള്ളേർ ഫ്രണ്ട്സ് വേണമെന്ന്. ഇപ്പോഴും എൻ്റെ മോള് ഡിഗ്രിക്ക് പഠിക്കുക, അവരുടെ കോളേജിൽ അവരുടെ സീനിയർ ഇത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇവരുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഈ ചെറുക്കൻ ഒരു ഇച്ചിരി നല്ല ബുദ്ധിയുള്ള പിള്ളേരല്ല. അവൾ ആരടുത്തും അങ്ങനെ സംസാരിക്കത്തില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് എവിടുന്നാണ് വരുന്നത്, ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഉടനെ ഈ ചെറുക്കൻ പറയും ഞാൻ ഇന്ന കോളേജിലാണ്. അത് എൻ്റെ മോളും അവിടെ പഠിക്കുന്നത്. ഉടനെ തന്നെ കാണാൻ ആരോടൊന്നും ചോദിക്കത്തില്ല, ഫോൺ ചെയ്തിട്ട് മോക്ക് വിളിച്ചിട്ട് മോടെ കൂടെ പഠിക്കുന്ന മോടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിതായി കിട്ടിയിട്ടുണ്ടെന്ന് സംസാരിരെന്നും പറഞ്ഞുകൊണ്ടാകും കൊടുത്തേക്കും. അവളെടുക്കുമ്പോൾ ഇത് ആരാ എന്തുവാന്നൊന്നും അറിയത്തില്ല. പിന്നെ വിളിച്ചതല്ലയോ എന്തെങ്കിലും ഒന്ന് സംസാരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സംസാരിക്കും. എന്നിട്ട് പിന്നെ വരുമ്പോൾ പറയാം അച്ഛൻ എന്ത് വെച്ചാൽ ഞങ്ങളൊക്കെ അവരുടെ അടുത്ത് സംസാരിക്കത്ത് പോലുമില്ല, പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെ ഫോൺ ചെയ്യുന്നതെന്ന് ചോദിക്കും. അത് മോനുമായിട്ടുണ്ട്. ഏതെങ്കിലും അവൻ സംസാരിക്കാത്ത ഏതെങ്കിലും പെമ്പിള്ളാരുണ്ടെങ്കിൽ അവരുടെ നമ്പർ വിളിച്ചിട്ടാണ് കൊടുക്കുന്നത്. പെമ്പിള്ളാരെ നോക്കി വിളിച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ വീട്ടിൽ തന്നെ ആയാലും പുറത്തോട്ട് ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്യും, ആണുങ്ങളോ ഈ വണ്ടിയൊക്കെ റിപ്പയറിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പുറത്തോട്ട് പോയാൽ അപ്പോൾ അവിടെ ആണുങ്ങളോ സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഒരു വണ്ടി റിപ്പയറിക്കുക, വീട്ടിലെ മോടെ ഒരു സ്കൂട്ടി ഉണ്ട്, അത് റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകത്തില്ലായിരുന്നു എങ്കിലും ഒരു ദിവസം പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു ആണുങ്ങളാണ് അവിടെ ഇരിക്കുന്ന റിപ്പയർ ചെയ്യുന്നവർ. അവിടെ ചെന്നിട്ട് കാണാം മൊബൈലിനകത്ത് ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവരടുത്ത് സംസാരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് നമ്പർ കൊടുത്തേക്കുക. എൻ്റെ കയ്യിൽ കൊടുത്തു. ഇപ്പോൾ അവരുടെ ഫ്രണ്ട്സുകൾക്ക് ആണുങ്ങൾക്ക് എല്ലാം കൊടുത്തിരിക്കുന്നത് എൻ്റെ നമ്പരാണ്. അവർ വിളിക്കുമ്പോൾ എൻ്റെ നമ്പറിലോട്ടാണ് ഫോൺ വരുന്നത്. എന്നിട്ട് അവർക്ക് കൊടുക്കുന്നു. എനിക്കറിഞ്ഞൂടാ ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ സംസാരിക്കണമെന്ന്. എന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ കോളേജിൻ്റെ കാര്യത്തിന് ഈ കുഞ്ഞുങ്ങളുടെ പഠിത്തം മറ്റൊന്നിനും പോകത്തില്ല പുള്ളി. അതൊന്നും ബാധകമല്ല. അല്ലാതുള്ള കാര്യത്തിനൊക്കെ ഞാൻ സംസാരിക്കണം. ഇപ്പോൾ ഒരു വീട്ടിൽ കിടക്കുന്ന ഫർണിച്ചർ എന്തെങ്കിലും കൊടുക്കണോ അതിലേ മേടിക്കണമെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് നമ്പർ കൊടുത്തിട്ട് എൻ്റെ അടുത്ത് പറയും എന്നാൽ അയാൾ സംസാരിക്കുന്നു. ഇപ്പം മോക്കൊരാലോചന വന്നാൽ, ആണുങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഒരു ആലോചന വന്നാൽ എൻ്റെ അടുത്ത് പറയുന്ന ഇയാൾ സംസാരിക്കുന്നു. അതൊക്കെ ആണുങ്ങളല്ലേ നിന്ന് സംസാരിക്കേണ്ടത്. അതൊന്നും പുള്ളിയുടേതല്ലെന്ന്. നിങ്ങളെ ഒരു ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് നിർത്തിയ ഒരു സംഗതി ഇവിടെ പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ ഇത്? ബസ് സ്റ്റാൻഡിൽ ഇത് ഞാൻ മോള് സെക്കൻഡ് ഇയർ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തിന് പിന്നെ ഞാനിവിടെ ആയിരുന്നു. ഞാൻ 2 ആഴ്ച കൂടുമ്പം അവിടെ പോകും, മൈസൂരിൽ നിന്ന് ഭദ്രാവതി പോകും, പുള്ളിയുടെ അടുത്ത് പോകും. അങ്ങനെയായിട്ട് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് അങ്ങ് ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ആൾ. അന്ന് ഭയങ്കര സ്നേഹം കാണിച്ചിട്ട് ഇങ്ങനെ സന്ധ്യയ്ക്ക് ഒരു 7-8 മണിയാവും. ഒന്നിച്ച് ഇരിക്കുന്ന സമയത്ത് കാണാം പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് പറയേ
നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയും. ഏത് പാതിരാത്രി ആയാലും ഭർത്താവ് എന്നെ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ടില്ല. ഈ കല്യാണം കഴിച്ച് ഇത്രയും വർഷമായിട്ട് ഒരു അമ്പലത്തിൽ പോലും എന്നെ സന്തോഷമായിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ടില്ല. അപ്പോൾ എന്നെ പുറത്ത് കൊണ്ടുപോകില്ലെന്ന് വെച്ചാൽ ഞാൻ കൂടെ പോയിട്ട് അങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ പോയി. എന്തുവാ കാര്യമെന്ന് എനിക്കറിയാം. ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ 2-3 ബസ് സ്റ്റാൻഡിലൊക്കെ എന്നെ കൊണ്ടുപോയി നിർത്തിയിട്ട് എൻ്റെ അടുത്ത് പറയും ഇവിടെ നില്ല, ഞാൻ ദാ വരുന്നെന്ന് പറയും. വരുന്നെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് വിളിച്ചുകൊണ്ട് വരും. അങ്ങനെ ആയിട്ട് ഒരു ദിവസം എനിക്ക് ഏകദേശം ഒരു 9 മണിയായി. 9 മണിയായപ്പോൾ ഷിമോഗ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ നില്ല്, ദാ ഞാൻ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 9 മണിയായപ്പോൾ എനിക്കങ്ങ് പേടിയായിപ്പോയി. അവിടെയൊക്കെ അന്നേരം ആ സമയത്തിന് അധികം പെണ്ണുങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം നോക്കിയപ്പോൾ കാണാം എവിടെ എന്തുവാന്നൊന്നും കണ്ടില്ല. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, മൊബൈലില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു ബസ് കിടന്നപ്പം ലേഡി കണ്ടക്ടർ ചോദിച്ചു എവിടെ പോകാനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭദ്രാവതിക്ക് പോകാനാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞാൽ ഈ ബസ്സിലോട്ട് കയറിക്കോ എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഒരു പാർട്ടി വരാനുണ്ട്, ഹസ്ബൻഡ് വരാനുണ്ടെന്ന് പറഞ്ഞു. കയറി വണ്ടി ഇപ്പോൾ വിടുമെന്ന് പറഞ്ഞു. അപ്പം നോക്കിയിട്ട് പുള്ളിയെ കണ്ടില്ല. ഞാൻ ബസ്സിലങ്ങ് കയറിയിരുന്നിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തു. മോളിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കിയൊക്കെ കാണാൻ ദൂരെ അവിടെയൊക്കെ ഈ ബ്രോക്കർമാരുണ്ട്, ബ്രോക്കർമാരുണ്ട്, ഈ പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നത്. ഒരു പെണ്ണും ഇത്തിരി പ്രായമുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയായിട്ട് അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. എന്നെ കാണിച്ചിട്ട് സംസാരിക്കുക. എനിക്ക് ശരീരം എല്ലാം വിറയ്ക്കാൻ തുടങ്ങി. അന്ന് പിന്നെ കാണാം അവിടെ നിന്നുകൊണ്ട് ഞാൻ കൈ കാണിച്ചു, ഞാനങ്ങ് പോയി, ഇത് ഭദ്രാവതി ബസ്സാ, വണ്ടിക്കൂലിക്ക് എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഓടി വന്നു. എന്തിനാ പേടിക്കുന്നത്? പേടിച്ചു പോയോ? പേടിക്കൊന്നും വേണ്ട, ഇതൊന്നും ആവത്തില്ല, ആരും അറിയത്തില്ല, ഒരു ദോഷവും വരത്തില്ല എന്നും പറയണ്ട. അതിനുശേഷം ഞാൻ പിന്നെ പുള്ളിയുടെ കൂടെ എവിടെയും ഞാൻ പോയിട്ടില്ല. അമ്പലത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പുള്ളി പോയി കറങ്ങിയിട്ട് വരും. ഇവിടെ നില്ല്, ഞാൻ ദാ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കുറേ നേരം, എത്രയും നേരം, 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നേരം ഞാൻ അമ്പലത്തിൽ നിൽക്കും. വല്ലവരും കാണുന്നവരെന്തായിരിക്കും. ഒരു നോർമൽ ഹസ്ബൻഡ് ചെയ്യുന്ന കാര്യങ്ങളേ അല്ല. അപ്പൊ അത്രയും മോശപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരുമായിട്ടും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവിടെ പേടിച്ചെന്ന് പറഞ്ഞാല് നമ്മൾ അവിടെ താമസിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമെന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് ഞാൻ പല പ്രാവശ്യം എൻ്റെ അമ്മയെടുത്ത് ഇവരുടെ പെങ്ങളെടുത്ത് ഒക്കെ രണ്ടാമത്തെ ഒരു പെങ്ങളുണ്ട് പറയാനായിട്ട് പല പ്രാവശ്യവും ശ്രമിച്ചു. പക്ഷെ ആരും എൻ്റെ ചെവിക്ക് അത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല. എല്ലാവരും ഞാൻ എവിടെ ചെന്നാലും ഞാൻ പെങ്ങളെ സംശയിച്ചോളാം, അവളോ പെങ്ങളെ സംശയിച്ചോളാം, എന്നെ ഒരുമാതിരി വല്ലാത്ത രീതി ചെല്ലുന്നിടത്തെല്ലാം ഞാൻ എന്തോ അപരാധം ചെയ്യുന്നുണ്ട്, ഞാൻ തീരെ കൊള്ളാത്ത ഒരു സ്ത്രീയാണെന്നുള്ള രീതിയിലാണ് എൻ്റെ വീട്ടിലും അവരുടെ ബന്ധുക്കളും എല്ലാവരും പെരുമാറുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഓരോരുത്തരടുത്ത് സംസാരിക്കാൻ പോയില്ല. പിന്നീട് ഇതിപ്പോൾ പബ്ലിക് ആയതെന്ന് പറഞ്ഞാൽ ഈ മൈസൂരിൽ വന്നല്ല, 1 വർഷം എന്നെ മൈസൂരിലാക്കി. ഞാനും 2 മക്കളും മൈസൂരിലാണ്. മൈസൂരിൽ ഇരിക്കുന്ന സമയത്തിന് ഏകദേശം പകുതി ആവുവോളം, 1 വർഷത്തിൽ പകുതി ആവുവോളം പുള്ളി മാസത്തിൽ 1 ദിവസം വരും, ശനിയാഴ്ച രാത്രി വരും. ജോലി ഭദ്രാവതി അല്ല, ഞങ്ങൾ മൈസൂരിൽ മോളെയും കൂടെ നിർബന്ധിച്ച് ഷിമോഗയിൽ മോക്ക് പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുമെന്നായിട്ട് അവിടെ മേടിക്കാതെ തന്നെ ഞങ്ങളെ പിടിച്ചിട്ട് മൈസൂരിൽ വന്നിട്ട് ഏതോ ഒരു കോളേജ് നോക്കിക്കൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് വന്ന വ്യക്തി പോക്കറ്റ് പൈസ എടുത്തുകൊണ്ട് വന്ന് ഞാൻ പറഞ്ഞ് അമ്മക്ക് അവിടെ അഡ്മിഷൻ ആക്കണ്ട, അവിടെ നമുക്ക് കോളേജ് നോക്കിക്കൊണ്ട് പോകാം, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നല്ലൊരു കോളേജുണ്ട്, അവിടെ കിട്ടും. പക്ഷേ മോക്ക് 81% ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി കിട്ടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് അങ്ങ് ചേർത്ത് ഞങ്ങളുടെ മുന്നിൽ തന്നെ ഇരുന്ന് പ്രിൻസിപ്പളിന് ഫീസ് അങ്ങ് കൊടുത്ത് അഡ്മിഷനും ആക്കി കഴിഞ്ഞു. എനിക്ക് ഒരുമാതിരി ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം മേടിച്ചുകൊണ്ട് പോയാൽ മതി, അഡ്മിഷൻ ആക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് കേട്ടില്ല. അങ്ങനെ 15,000 രൂപ കെട്ടി. 15 കെട്ടി അടുത്ത് പോകുന്ന വഴിക്ക് തന്നെ മറ്റേ കോളേജിൽ നിന്ന് ഫോൺ ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ആയിട്ടുണ്ട് വാന്ന്. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ പൈസ കെട്ടി, ഇതങ്ങ് നമുക്ക് തിരിച്ച് മേടിക്കാം. അയ്യോ അത് വേണ്ട, അവർ തിരിച്ചൊന്നും തരത്തില്ല, ആ പൈസ നഷ്ടപ്പെടും, വേറെ എവിടുന്നാ പൈസ എടുത്ത് കൊടുക്കാനാ, അതുകൊണ്ട് വേറെ പൈസയൊന്നും ഇല്ല, നമുക്ക് അവിടെ തന്നെ അങ്ങ് ചേർത്താൽ മതി. 1 വർഷം അവളെ ഹോസ്റ്റലിലാക്കാമെന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കി. മോനും ഇവിടെ തന്നെ ഹോസ്റ്റലിൽ 5 വർഷം BFA പഠിച്ചു മൈസൂരിൽ. അങ്ങനെ ആ 1 വർഷം കഴിഞ്ഞ ശേഷം 2ാമത്തെ വർഷം ആയപ്പോൾ എന്ത് ചെയ്യുന്നു, കൊച്ചുങ്ങളും മോശമായി, കൊച്ചുങ്ങൾക്ക് ആഹാരമൊന്നും കിട്ടുന്നില്ല, ഹോസ്റ്റലിൽ ആഹാരം ശരിയാവത്തില്ല, അതുകൊണ്ട് നീയും കൂടെ പോയിട്ട് അവിടെ ഒരു റൂം എടുത്ത് എല്ലാവരും എന്നെ വഴക്ക് പറയാ, കുഞ്ഞുങ്ങൾ വല്ലാതായി, മോൻ വരുമ്പോഴൊക്കെ കണ്ടുകൊണ്ട് അങ്ങ് കരയും, മോശമായെന്ന് പറഞ്ഞിട്ട് ആ 2ാമത്തെ വർഷം എന്നെ നിർബന്ധിച്ച് മൈസൂരിൽ പറഞ്ഞു വിട്ടിട്ട് അവിടെ എല്ലാം മലയാളി എടുത്ത് നടന്ന് പറഞ്ഞ് അയാൾ മക്കളെ വിട്ടിരിക്കത്തില്ല, അയാൾക്ക് എപ്പോഴും മക്കൾ വേണം, നമ്മളെ നോക്കത്തില്ല. എന്നിട്ട് മലയാളികളെ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഫോണിൽ 1/2-3/4 മണിക്കൂർ നേരം എൻ്റെ അടുത്ത് അങ്ങ് സംസാരിക്കും. അങ്ങ് ഭയങ്കര മോളെ മക്കളെ മുത്തേന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫോണേ ചെയ്യത്തില്ല. അങ്ങനെ പല പ്രാവശ്യമായപ്പോഴേ എനിക്ക് ഡൗട്ടായി, ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഇവിടെയും ഇത് പബ്ലിസിറ്റി ആക്കുന്നുണ്ട്, എന്നെ മോശമാക്കാനായിട്ട്
ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് വെച്ചിട്ട്. അങ്ങനെ പിന്നെ ചില മലയാളികളൊക്കെ എനിക്ക് ഫോൺ ചെയ്ത് പെണ്ണുങ്ങൾ, നിങ്ങൾ ഇതേപോലെ ഹസ്ബൻഡ് പലയിടത്തും ഇങ്ങനെ പോകുന്നുണ്ട്, പെണ്ണുങ്ങളെയൊക്കെ വണ്ടി വെച്ചുകൊണ്ട് പോകുന്നെന്നൊക്കെ പറഞ്ഞു. ഞാനതൊന്നും ചോദിക്കാൻ പോയില്ല. പിന്നീട് ഇവരുടെ കമ്പനിയിൽ നിന്ന് ഒരു പാർട്ടി എനിക്ക് ഫോൺ ചെയ്ത്, നിങ്ങൾ എന്തിനാ അവരെയും വിട്ടിട്ടങ്ങ് പോയാൽ, ഇവിടെ ഭയങ്കര മൊബൈലിൻ്റെ സിമ്മുകൾ ഒരു 3-4 ഉണ്ട്. കമ്പനി 11:30 ആകുമ്പോൾ ഊണിൻ്റെ സമയമാണ്. 11:30 ഊണ് കഴിഞ്ഞിട്ട് ഈ സിമ്മുമായിട്ട് വേറൊരു മരത്തിൻ്റെ ചവിട്ടി ചെന്നിരുന്നു കൊണ്ട് സിമ്മുകൾ മാറി കന്നഡത്തിലും മലയാളത്തിലും ഫോൺ ചെയ്യുക. ഫോൺ ചെയ്യുന്നതെല്ലാം വേറെ പാർട്ടികൾക്കാണ്. അങ്ങനെ എനിക്ക് ഫോൺ ചെയ്ത് ഇതേപോലെ ഭയങ്കര, നിങ്ങൾ പൈസ ഒന്നും അവസാനം കിട്ടത്തില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, നിങ്ങൾക്കേ ഉള്ള അതിൻ്റെ അധികാരം, നിങ്ങൾ വിചാരിച്ചെങ്കിലേ മാറാൻ പറ്റത്തുള്ളൂ, ആ പുള്ളിയെ മാറ്റിയെടുക്കാനൊക്കത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ധൈര്യം എടുക്കണമെന്ന്. ഇതെനിക്ക് ഒരു ഓർക്കാപ്പുറത്തുള്ള ഒരു ഇതായിപ്പോൾ എനിക്ക് അതൊന്നും എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കും പറയുകയൊക്കെ ചെയ്യുമ്പോഴും ഇതേ രീതിയിൽ പോകുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. അതെനിക്ക് മനസ്സിനകത്ത് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടുപെട്ട്. ഞാൻ 2 മാസം കിടന്ന് ശരിക്കും അങ്ങ് വിറച്ചു പോയങ്ങ്. പിന്നീട് ഞാൻ ഒരു ദിവസം ഒരു വിഷുവിൻ്റെ തലേന്ന് വിളിച്ചിട്ട് ഞാൻ പുള്ളിക്ക് ഫോൺ ചെയ്ത്, അതും ഫോൺ ചെയ്തെങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുള്ളി അറിയാതെ ഭദ്രാവതി വന്നു. എന്നും വരുമ്പോൾ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അറിയാതെ വന്നപ്പോൾ 2-3 ഇടത്തുനിന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നുള്ള പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് പറയാനായിട്ട് വരും. അപ്പോൾ എനിക്ക് ഇവർ പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു ശക്തി എനിക്കില്ല. അവർ പറയാനായിട്ട് ഇങ്ങനെ പല ഐഡിയകളും ഇങ്ങനെ എടുക്കുക. അവർ തന്നെ പറയും, അംബികയുടെ അടുത്ത് എന്തോ പറഞ്ഞാലും കേൾക്കത്തില്ല, ദൈവം പോലെ വെച്ചിരിക്കുക ഭർത്താവിനെ, അംബിക വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറയാനായിട്ട് വരുമ്പോൾ പറയുമെന്നാകുമ്പോൾ പറയാം, അതെ എനിക്കുള്ള പാലടപ്പ് വെച്ചിരിക്കുക, ചീത്തയായി പോകുമ്പോൾ ഞാൻ അങ്ങനെ 2-3 വട്ടം അത് കേൾക്കാനുള്ള ഒരു ശക്തി എനിക്കില്ലായിരുന്നു. അങ്ങനെ ഞാനങ്ങ് അകത്ത് കയറിപ്പോയി. അങ്ങനെ മക്കളോട് ആരും പറഞ്ഞിട്ടില്ല. കുട്ടികൾ മുതിർന്നു വരുമ്പോൾ എവിടുന്നെങ്കിലും ഒക്കെ ഈ അച്ഛൻ്റെ മോശം സ്വഭാവങ്ങൾ എന്നൊക്കെ പറഞ്ഞു. മക്കൾ അവിടെ ഇല്ലല്ലോ, മക്കൾ ഇവിടെ അല്ലേ, മൈസൂരിലല്ലേ 2 പേരും താമസിക്കുന്നത്. അവിടെ വന്നാലും എൻ്റെ മക്കൾ 2 പേരും വീട് വിട്ട് പുറത്തിറങ്ങത്തില്ല, ഒരു ഫ്രണ്ട്സുമായിട്ടും പോകത്തില്ല, ഓരോരുത്തരുമായിട്ട്. മക്കൾക്ക് 2 പേർക്കും അതേവരെ ഫസ്റ്റ് ഇയർ ആവുന്ന മോൻ്റെ BFA ഫൈനൽ ഇയറിലും മോടെ PUC പ്രീ ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയറും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ വിവരം അറിയുന്നത്. ഇന്നതുപോലെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ട് ഞാൻ പിടിച്ചിരുത്തി കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നതുപോലെ പല ഇതും ഞാൻ അറിഞ്ഞില്ല, നിങ്ങൾ എന്തോ ഇത് ആക്കുന്നത്. അപ്പോൾ കാണാം പുള്ളി കരയുക. പുള്ളി എന്ത് പറഞ്ഞാലും ഒന്നും കരച്ചിലുണ്ടാവും. കരഞ്ഞിട്ട് പറഞ്ഞു, ഇല്ലപ്പ ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പല പ്രശ്നങ്ങൾ. പിന്നീട് കാണാം എനിക്ക് ഫോൺ ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ചാൽ ഇതിന് ശേഷം പിന്നെ ഞാൻ വരും. ഫോൺ ചെയ്യുമ്പോഴെല്ലാം എപ്പോൾ സംസാരിച്ചാലും വെറും സെക്സിൻ്റെ കാര്യങ്ങളേ ഉള്ളൂ. അത് എനിക്കങ്ങ് എന്ന് വെച്ചാൽ എനിക്കങ്ങ് അതിനകത്തങ്ങ് ഇൻട്രസ്റ്റ് വന്ന് ഞാൻ പുറമേ പോകണം. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള ഇത് ഏറ്റവും വലിയ സുഖം. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഒരുപാട്, എന്നിട്ട് കുറേ പെണ്ണുങ്ങളെ എനിക്ക് കാണിച്ചു തന്നു. ഇന്നത് കണ്ടോ, അവരൊക്കെ ഇത്ര വീട് വെച്ചത് കണ്ടോ, വസ്തു മേടിച്ചത് കണ്ടോ, ഇതുകൊണ്ടാണ് ഇഷ്ടം പോലെ പൈസ, ഇയാൾ എന്തോ ഇതും ഒരു കുഴപ്പമില്ലടെ, ഇതിനൊക്കെ സേഫ്റ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് എന്നെ അങ്ങ് ഒരുപാട് ഇതാക്കി. പിന്നെ ഞാൻ വരാതായിട്ടാണ് ഈ ഇത് വിഷുവിൻ്റെ തലേന്ന് ഞാൻ ഫോൺ ചെയ്തത് അത് ഭയങ്കര മഴയുള്ള സമയത്തിന് പുറത്ത് വന്നിട്ട് പാതിരാത്രിക്ക് ഇവർ ഉറങ്ങിയതിന് ശേഷം ഒരു 10-11 മണിയായി പുറത്ത് വന്നിട്ട് ഞാൻ വിളിച്ചിട്ട് കുറേ വഴക്കങ്ങ് പറഞ്ഞു. ഒത്തിരി വഴക്ക്. ഞാൻ ആദ്യമായിട്ട് പുള്ളിയുടെ നേരെ നോക്കി, ഞാൻ നേരെ കാണുന്നില്ല, മൊബൈലിൽ കൂടെ ശരിക്കും വഴക്ക് പറഞ്ഞപ്പോൾ മോന് ഒളിഞ്ഞു നിന്ന് കേട്ട് എന്തുമായിരിക്കും എന്തെങ്കിലും പ്രശ്നം എന്ന് വെച്ചാൽ അത് വിടർത്തി പറയാൻ പറ്റത്തില്ല. അപ്പുറമൊക്കെ ആളുണ്ട്, എതിരിനൊരു മലയാളിയുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞു. അപ്പം മോൻ എന്തോ സംശയം വന്ന് എന്തെങ്കിലും അവൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ, എന്നിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വീട്ടിൽ വന്ന് അപ്പം മൊബൈൽ ഞങ്ങളിങ്ങ് എടുത്തായിരുന്നു. മൊബൈൽ മോൻ്റെ കയ്യിലിരിക്കുക, പുള്ളി TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ കാണാം ഞാനും മോളും വിളക്ക് കത്തിച്ച് നാമം ചെല്ലുക. അപ്പോൾ ഒരു റിങ് ആയി ഉടനെ കാണാം പുള്ളി അറിഞ്ഞില്ല. മോൻ അത് എടുത്തപ്പോൾ അതിനകത്ത് ഹലോ എന്ന് പറഞ്ഞപ്പോൾ CD ഉണ്ടോ എന്ന് ചോദിച്ചു. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം.